അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് കൂടിയ അളവിൽ എക്സ്പ്ലോസീവ് വെച്ച് പൊട്ടിച്ചിട്ട് വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലൈസൻസിൽ പറയുന്ന പ്രകാരമേ അല്ല ഇവർ ചെയ്യുന്നത്. പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ വധഭീഷണിയും അതുപോലെ തന്നെ നമ്മളെ മർദ്ദിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറി മാഫിയക്കെതിരായി കൊണ്ട് പരാതി നൽകിയതിന് യുവാവിന് നേരിടേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനവും വധഭീഷണിയും. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽപ്പെട്ട ചിരട്ടമല എന്ന പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരായി കൊണ്ട് പരാതി നൽകിയതിനാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ യുവാവിന് ഇത്തരത്തിൽ ക്വാറി മാഫിയയിൽ നിന്ന് ക്രൂരമായ ഭീഷണിയും മർദ്ദനവും അടക്കമുള്ള അതിക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിരവധി ക്വാറികളാണ് അനധികൃതമായി ചിരട്ടമലയിൽ അധികൃതരുടെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് യുവാവ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതിനെതിരായി കൊണ്ട് പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ ക്വാറി മാഫിയയുടെ ഗുണ്ടകൾ യുവാവിനെ മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അന്ന് സംഭവിച്ചതിനെ കുറിച്ച് ആ യുവാവ് നമ്മളോട് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദരേഖ. അതായത് ഞാൻ പെരിന്തൽമണ്ണ താലൂക്കില് ചിരട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം, ഞാൻ താമസിക്കുന്ന ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 600 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ്. അപ്പൊ ഈ മലേന്റെ മുകളിൽ അനവധി കോറികളാണ് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ നിലവിൽ ഖനനം ചെയ്തു പോയിട്ടുള്ളത്. 1998 മുതൽ ഈ പഞ്ചായത്തിൽ മാത്രമായിട്ട് 57 കരിങ്കല്ലും കോറികളാണ് പാസോട് കൂടി കൊടുത്തിട്ടുള്ളത്. അത് കൂടാണ്ട് പാസ് ഇല്ലാതെ അനവധി കോറികൾ അതും പൊട്ടിച്ചു പോയിട്ടുണ്ട്. അപ്പം 2022 ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് 10 വർഷം മുന്നേയും ഇതേപോലെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ കോറികൾ പൊട്ടിച്ചിട്ട് ഇവിടെയുള്ള ഒരു 10-30ഓളം വീടുകൾ മൊത്തത്തിൽ വിണ്ടു കീറിയിട്ടും നമുക്ക് പിന്നെ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ നമ്മൾ പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ കേസ് പോവുകയും അങ്ങനെ ഒരു കോറി നിർത്തി അതിനുശേഷം രണ്ടാമത് പുതിയത് പിന്നെ അവർ തുടങ്ങി വേറെ ഒരു കോറി പ്ലാന്റേഷൻ ഭൂമിയിൽ പിന്നെ അവര് ലൈസൻസ് കൊടുത്ത് അതിന് നമ്മൾ പരാതി കൊടുത്തിട്ട് അത് അവർ വന്ന് പരിശോധിച്ചിട്ട് പിന്നെ 5 വർഷത്തിന് EC കൊടുത്തിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി 5 വർഷത്തേന് കൊടുത്തത് അവർ 3 വർഷം കൊണ്ട് പൊട്ടിച്ചു തീരുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അതും നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവര് കൂടിയ അളവിൽ എക്സ്പ്ലോസീവ് വെച്ച് പൊട്ടിച്ചിട്ട് വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലൈസൻസിൽ പറയുന്ന പ്രകാരമേ അല്ല ഇവർ ചെയ്യുന്നത്. അപ്പോ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ വധഭീഷണിയും അതുപോലെ തന്നെ നമ്മളെ മർദ്ദിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ വണ്ടി പോലീസുകാർ വന്ന് പിടിച്ചൊരു ദിവസം ഞാൻ അതിലേക്കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്ന് എന്നെ തല്ലി താഴെയിടുകയും പിന്നെ അവര് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത്. ഞാൻ 4-5 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പിന്നെ തല പൊട്ടി, പിന്നെ സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കാലിനും കൈക്കൊക്കെ പരിക്കുണ്ടായിരുന്നു. അപ്പം അത് FIR ഇട്ടിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പോഴും അവിടെ ഖനനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഉദ്യോഗസ്ഥര് ജിയോളജി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരോ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൂടാതെ നമ്മുടെ അവിടെ കുറച്ച് ആദിവാസി സമൂഹങ്ങളുണ്ട്. അപ്പൊ ഒരു 4-5 കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്ക് വർഷങ്ങളായിട്ട് പിന്നെ വീടില്ല. അപ്പോ ഇത് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ഫണ്ട് പാസ്സാകുകയും ഈ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഭയങ്കര ദുരിതത്തിലാണ് അവർ കഴിയുന്നത്. അപ്പോ നമ്മൾ അന്വേഷിച്ചു വന്നപ്പോ അവിടെ സർക്കാരിന്റെ 1.5 ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ളതും അവിടെയാണ് ഇവരുടെ പൂർവികർ അടക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കളക്ടർക്ക് പരാതി കൊടുക്കുകയും നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ കളക്ടർ ഈ സ്ഥലം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഉത്തരവായി. പക്ഷെ ഈ കോറി മാഫിയ ഇവർക്ക് ഈ സ്ഥലം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി പെരിന്തൽമണ്ണ താലൂക്കിൽപ്പെട്ട ചിരട്ടമല എന്ന പ്രദേശത്തെ ജനങ്ങൾ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അതിന് കാരണം അവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ അനധികൃതമായ ക്വാറികൾ തന്നെയാണ്. വീടുകൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കുന്ന കാര്യങ്ങളും പുതുമയുള്ളതല്ല. ഈ ഉരുൾപൊട്ടലിന്റെ ചരിത്രം പോലും ഈ ചിരട്ടമലയ്ക്ക് പറയാനുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് ഈ അധികൃതരുടെ ഒത്താശയോടുകൂടി നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിരവധി ക്വാറികൾ അനധികൃതമായി പ്രവർത്തിക്കുന്നത്. ഇതിനെതിരായി കൊണ്ട് പരാതി നൽകിയതാണ് ഇത്തരത്തിൽ ഈ യുവാവിനെ മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചത്. ഈ കഴിഞ്ഞ മാസം 23-ാം തീയതിയായിരുന്നു
സംഭവം. അദ്ദേഹം വാഹനത്തിൽ പോകുന്ന സമയത്ത് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും തുടർന്ന് ഒരു സംഘം ആളുകൾ കൂടി ചേർന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിനിടെ നിന്നെ കൊല്ലുമെട, നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാമെട എന്നതുൾപ്പെടെയുള്ള വലിയ ആക്രോശങ്ങളും ഈ അക്രമികൾ മുഴക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് യുവാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നിരവധി ചെങ്കൽ ക്വാറികളും കരിങ്കൽ ക്വാറികളുമാണ് ഈ ചിരട്ടമലയിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെതിരായിക്കൊണ്ട് ഇതുവരെയായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതും യുവാവ് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് തനിക്ക് നിരന്തരം ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ ക്വാറിയുടെ ഉടമകളും മറ്റ് അദ്ദേഹത്തിന്റെ ശിങ്കിടികളും അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് എന്നുള്ളതും ആ യുവാവ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തനിക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ് യുവാവിന്റെ ആവശ്യം. തനിക്ക് മാത്രമല്ല, ചിരട്ടമലയിൽ ഇത്തരത്തിൽ ക്വാറി മാഫിയെ ഭയന്ന് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ആ യുവാവിന്റെ അഭ്യർത്ഥന. എന്തായാലും അധികാരികൾ ഇതിനകത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്.